അസ്സലാമു അലൈക്കും. കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ കോതമംഗലം താലൂക്കിൽ നെല്ലിക്കുഴി അയ്യൂട്ടിപ്പടി യൂണിറ്റ് പുതിയതായി ആരംഭിക്കുന്ന KMYF ന്യൂസ് ഹബ്ബ് എന്ന ഓൺലൈൻ വാർത്താ ചാനലിന്റെ ഉദ്ഘാടന വേദിയിലാണല്ലോ നാം ഉള്ളത്. വാർത്തകൾ വളച്ചൊടിക്കപ്പെടുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ആരുടെയും പക്ഷം ചേരാതെ വളരെ നിഷ്പക്ഷമായി വസ്തുതകൾ വാസ്തവത്തോടെ ജനങ്ങളിൽ എത്തിക്കുവാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിലേക്ക് നിങ്ങളെല്ലാവരുടെയും എല്ലാവിധ പിന്തുണയും സഹകരണവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഈ യോഗം ദുആ കൊണ്ട് ധന്യമാക്കുന്നത് KMYF അയ്യൂട്ടിപ്പടി യൂണിറ്റ് കൺവീനറും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഉപദേശവും സഹകരണവും നൽകുന്ന ഞങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ കൂടിയായ സലീം കാശിഫി ചെമ്പിൽ ഉസ്താദാണ്. ഉസ്താദിനെ വളരെ ആദരവോടെ ക്ഷണിച്ചു കൊടുക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما هللناه. هذه هدية واصلة ورحمة نازلة وبركة شاملة وتحفة كاملة وقبولة مرضية أولا منا إلى حضرة روح نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم إلى حضرة أصحاب البدريين والحديين والحنينيين والخندقين والخيبرين وتبوقين واليرموقين وبيعة الرضوان وسائر الصحابة والكرامة كلهم أجمعين، خصوصا وإلى أرواح ما ماتوا منا من آبائنا وأمهاتنا وجدنا وجداتنا وعمنا وعماتنا وخالنا وخالاتنا وسائر أقربائنا من جهة الأبي والأم والمصاهرة يا رب العالمين، وإلى أرواح ما ماتوا منا من آبائنا وأمهاتنا وجدنا وجداتنا وعمنا وعماتنا وخالنا وخالاتنا يا ذا الجلال والإكرام. اللهم وإلى أرواح من نويناهم يا رب العالمين، وإلى أرواح ولي وولية الله تعالى أينما كانوا من مشارق الأرض إلى معاربها صغيرا وكبيرا وذكرا وأنثى كلهم أجمعين، وإلى أرواح أهل الخير والعلم والصلاح والفلاح يا رب العالمين. اللهم زد لهم شرفا على شرفهم وعزا على عزهم وفضلا على فضلهم وكرامة على كراماتهم لديك يا رب العالمين. اللهم اجعل قبورنا وقبورهم روضة من رياض الجنان، ولا تجعل اللهم قبورنا وقبورهم حفرة من حفر النيران. أنس الله وشتهم ومن روءتهم ونفس كربتهم ونور محلتهم وارفع درجتهم. اللهم إن كانوا محسنين فزد في حسناتهم، اللهم إن كانوا مسيئين فتجاوز عن سيئاتهم. اللهم اغفر لنا ولهم يا رب العالمين. اللهم يسر أسيرنا وسهل أمورنا وقضي خوائجنا وعد ديوننا وتمم مقصودنا وفرج قروبنا واستر عيوبنا واشف أمراضنا يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم سلمنا وسلم أهلنا من آفات الدارين وارزقنا وإياهم سعادات الدارين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അടുത്തതായി ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുവാൻ വേണ്ടി KMYF അയ്യൂട്ടിപ്പടി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഷിഹാബ് കാപ്പിച്ചാലിയെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ അയ്യൂട്ടിപ്പടി യൂണിറ്റിന്റെ കീഴിൽ ഒരു ന്യൂസ് ഹബ്ബിന്റെ ഓൺലൈൻ ഉദ്ഘാടന വേളയിലാണ് നാം ഓരോരുത്തരും ഇവിടെ കൂടിയിരിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സാന്നിധ്യമായി മാറിയ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ അയ്യൂട്ടിപ്പടി യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഞാൻ പറയാതെ തന്നെ ഞങ്ങളെല്ലാവരും ഓരോരുത്തർക്കും അറിയാം. നാളിതുവരെ മുടങ്ങാതെ ചെയ്യുന്ന കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണങ്ങളും കുട്ടികളുടെ കോളേജ് ഫീസ്, സ്കൂൾ ഫീസ് മുതൽ റംസാൻ കിറ്റ്, പെരുന്നാൾ കിറ്റ്, അങ്ങനെ
വിവാഹ ധനസഹായം, അതുപോലെ തന്നെ ഈ 2 പ്രളയങ്ങൾ, ഒന്നാം പ്രളയത്തിൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എത്തിച്ചേരാവുന്ന രീതിയിൽ ഭക്ഷണവും വസ്ത്രവും അതുപോലെ തന്നെ വീട് ക്ലീൻ ചെയ്യാനും, 2ാം പ്രളയത്തിൽ മലപ്പുറത്തുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക്, വീട് നഷ്ടപ്പെട്ട സഹോദരങ്ങൾക്ക് അവർക്ക് നമ്മളാൽ കഴിയുന്നൊരു വിഹിതം വസ്ത്രമായിട്ടും ഭക്ഷണമായിട്ടും ധനസഹായമായിട്ടും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതിലുപരി ഈ ലോകത്ത് വന്നിരിക്കുന്ന മഹാമാരി 1ാം തരംഗത്തിലും 2ാം തരംഗത്തിലും ചെറുപ്പ് വലിപ്പമില്ലാതെ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ലാതെ എല്ലാ വീടുകളിലും വീടിൻ്റെ സാഹചര്യം മനസ്സിലാക്കി അവർക്ക് കിറ്റ് വിതരണം, അതുപോലെ പോഷകമായ ആഹാര വിതരണം, അതിലുപരി വേദനാസജകമായ കാര്യം എന്ന് വെച്ചാൽ കോവിഡ് മൂലം മരണപ്പെടുന്ന ആളുകളെ മറമാടാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ യൂണിറ്റ് പെട്ടെന്ന് തന്നെ ഒരു കമ്മിറ്റി കൂടി ഒരു കോവിഡ് സെല്ല് രൂപീകരിക്കുകയും അങ്ങനെ പല പല കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് ചെയ്തു വരികയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇപ്പോൾ ഒരു വാർത്താ ചാനൽ നമ്മൾ ആരംഭിക്കുന്നത്. ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യസന്ധമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വാർത്താ ചാനൽ നമ്മൾ ആരംഭിക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും വേണം. എന്നിൽ അർപ്പിതമായ കർത്തവ്യം എന്ന് പറഞ്ഞാൽ സ്വാഗതം പറയുക എന്നുള്ളതാണ്. ഓരോരുത്തരുടെ പേരുകളെടുത്ത് വിവരിക്കേണ്ട ആവശ്യമില്ല, കാരണം സമയം നീണ്ടുപോകും. അപ്പോൾ ഈ യോഗത്തിലേക്ക് എല്ലാവരെയും സഹർഷം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. വാഹദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി ആമുഖ പ്രഭാഷണമാണ്. അതിനുവേണ്ടി KMYF സംസ്ഥാന ജനറൽ സെക്രട്ടറി കാരാളി EK സുലൈമാൻ ദാരിമി ഉസ്താദിനെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ അയ്യൂട്ടിപ്പടി യൂണിറ്റ് ഒരു പുതിയ കാൽവെപ്പ് നടത്തുകയാണ്. വർത്തമാനകാല സാഹചര്യങ്ങളിൽ ഒരുപാട് വാർത്താ ചാനലുകൾ, മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും യാഥാർത്ഥ്യമെന്ത് എന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത അവസ്ഥയിലാണ് നാം ഉള്ളത്. പരസ്പര കാലുഷ്യവും വാസ്തവവിരുദ്ധമായ വാർത്തകൾ നൽകുന്നതിന് മാത്സര്യവും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ സത്യമേത് മിഥ്യേത് എന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത രൂപത്തിൽ ജനങ്ങൾ അങ്കലാപ്പിലായി പോകുമ്പോൾ അവിടെ വാസ്തവങ്ങൾ വസ്തുതയോടെ എന്ന ടൈറ്റിലിൽ യാഥാർത്ഥ്യബോധത്തോടെ, ധാർമ്മിക ബോധത്തോടെ വാർത്തകൾ നിഷ്പക്ഷമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള ഒരു ന്യൂസ് ചാനലുമായിട്ടാണ് നമ്മുടെ സഹോദരങ്ങൾ കടന്നു വരുന്നത്. 900 ന്യൂസ് ചാനലുകൾ ഉള്ള ഈ നാട്ടിൽ എന്തിനാണ് പുതിയ ഒരു ചാനൽ എന്ന് നാം ചിന്തിച്ചേക്കാം. അവിടെയാണ് ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യം നിഴലിച്ചു നിൽക്കുന്നത്. വളരെ കൊട്ടിഘോഷിക്കപ്പെടുന്ന 24 മണിക്കൂറും ജനങ്ങൾക്ക് വാർത്തകൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ചാനലുകൾ പച്ചയായ കള്ളങ്ങൾ പോലും പറയുവാൻ മടിക്കാത്ത, അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയും പ്രേക്ഷകരെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയും ആളെണ്ണം കൂട്ടുവാൻ വേണ്ടിയും സ്വീകാര്യതയ്ക്കും വേണ്ടിയും വസ്തുതകൾ നിരത്തിവെക്കാതെയുള്ള വാർത്തകളായി ചാനൽ റൂമുകളായി മാറുമ്പോൾ യഥാർത്ഥ വസ്തുതകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വമാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക ഘടകമായ യൂത്ത് വിങ് അയ്യൂട്ടിപ്പടി യൂണിറ്റ് മുന്നോട്ട് വരുന്നത്. കേരളത്തിലെ KMYFന്റെ യൂണിറ്റുകളിൽ മാതൃകാപരമായ, പ്രശംസനീയമായ ഒരുപാട് നന്മകൾ, പ്രവർത്തനങ്ങൾ
ചെയ്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഈ യൂണിറ്റിലെ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക്, പ്രവർത്തകർക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പുതിയ സംരംഭത്തിന് KMYF-ന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രൂപത്തിൽ എൻ്റെ അകമഴിഞ്ഞ പിന്തുണയും എല്ലാ നന്മയ്ക്കായുള്ള പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാകും എന്ന് ഉറപ്പു നൽകുന്നു. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ, വിജയത്തിലെത്തിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ആശംസാ സന്ദേശമാണ്. അതിനുവേണ്ടി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ കരുത്തനായ പ്രസിഡന്റ് എൻ്റെ സുഹൃത്തുമായ PM മജീദിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ KMYF-ന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നെല്ലിക്കുഴിയിൽ വളരെ സജീവമായിട്ട് സാന്ത്വന ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഒരു സംഘടനയാണ്. പരമാവധി യുവജനങ്ങളെ കൂട്ടിനിർത്തിക്കൊണ്ട് ഈ നാടിനകത്ത് ഏത് ആപത്ത് വരുമ്പോഴും, പ്രളയമായാലും കോവിഡ് ആയാലും, ഈ ദുരന്ത കാലഘട്ടങ്ങളിലെല്ലാം നാടിന് വലിയ കൈത്താങ്ങായിക്കൊണ്ട് സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടായ്മയാണ് KMYF. ഇപ്പോൾ ഓൺലൈൻ പഠന രംഗത്തായ പോലും ഒട്ടനവധി കുട്ടികൾക്ക് പഠന സഹായ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുത്തുകൊണ്ടും കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷ്യവസ്തുക്കളടക്കം ഈ നാട്ടിലെത്തിച്ചു കൊടുത്തുകൊണ്ടും പ്രളയ സമയത്ത് പ്രളയ ദുരന്തം അനുഭവിച്ച പ്രദേശങ്ങളിൽ വലിയൊരു കൈത്താങ്ങ് ഈ സംഘടന നടത്തിയിട്ടുള്ള വിവരങ്ങളെല്ലാം നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഈ സംഘടനയുടെ പ്രവർത്തനം തികച്ചും നമ്മുടെ നാടിന് തന്നെ ഒരു അഭിമാനവും മാതൃകാപരവുമാണ്. ഈ സംഘടന KMYF-ന്റെ നേതൃത്വത്തിൽ ഈ നാടിനകത്ത് ഒരു പുതിയ കാൽവയ്പ് കൂടി അവർ നടത്തപ്പെടുകയാണ്. നവമാധ്യമ രംഗം, ആ നവമാധ്യമം വഴി നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വാർത്തകൾ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കൊക്കെ അതീതമായി നിസ്വാർത്ഥമായ ഒരു സ്വതന്ത്ര കാഴ്ചപ്പാടോടുകൂടി തന്നെ ഒരു വാർത്താ ചാനൽ, ഓൺലൈൻ വാർത്താ ചാനൽ ആരംഭിക്കുന്നവരും ഇതിനകം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വസ്തുതകൾ വാസ്തവത്തോടെ എന്ന ക്യാപ്ഷനോടുകൂടി തന്നെ വളരെ പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന KMYF-ന്റെ ന്യൂസ് ഹബ്ബ് എന്ന ഈ ചാനലിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എല്ലാ ഭാവങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. അടുത്ത ആമുഖ പ്രഭാഷണത്തിനായി സമസ്ത കേരള ജമിഅത്തുൽ ഉലമ കോതമംഗലം താലൂക്ക് ജനറൽ സെക്രട്ടറി MM മുഹമ്മദ് കോയ മൗലവിയെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞവരെ, കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ നെല്ലിക്കുഴി അയൂട്ടിപ്പടി യൂണിറ്റ് വാർത്താ വിനിമയ മാർഗത്തിലേക്ക് ഒരു പുതിയ കാൽവയ്പ് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി KMYF ന്യൂസ് ഹബ്ബ് എന്ന ഓൺലൈൻ പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷിക്കട്ടെ. ഈ പരിപാടിയിലേക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇതിന് എന്നെ ക്ഷണിച്ച എല്ലാ സംഘാടക സമിതി അംഗങ്ങൾക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ആമുഖ പ്രഭാഷണത്തിനായി കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ കോതമംഗലം താലൂക്ക് ജനറൽ സെക്രട്ടറി അബൂബക്കർ ബാക്കവി നെല്ലിക്കുഴി ഉസ്താദിനെ വളരെയധികം ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. KMYF അയ്യൂട്ടിപ്പടി യൂണിറ്റ് ന്യൂസ് ഹബ്ബ് എന്ന ഓൺലൈൻ ന്യൂസിന് തുടക്കം കുറിക്കുന്ന കാര്യം അറിഞ്ഞു. വാർത്താ വിനിമയ രംഗം വളരെയധികം പുരോഗതി നേടിക്കൊണ്ടിരിക്കുന്ന കാലമാണല്ലോ ഇന്ന്. വിജ്ഞാന പ്രചരണത്തിനും ലോകതലത്തിലുള്ള സംഭവങ്ങൾ വളരെ വേഗത്തിൽ അറിയിക്കുന്നതിനും
മനുഷ്യർ തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾക്ക് വേഗത കൂട്ടാനും വാർത്താ വിതരണ സംവിധാനങ്ങൾ സമൂഹത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നു. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നത്തെ വാർത്താ വിതരണ ഏജൻസികൾ പലതും വ്യാജമായ പല വാർത്തകൾ സൃഷ്ടിച്ച് പ്രേക്ഷകരോട് നീതി പുലർത്താത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ ഘട്ടത്തിൽ സത്യസന്ധമായ വാർത്തകൾ നൽകി സമൂഹത്തിന് നന്മയുടെ സന്ദേശം നൽകാൻ KMYF-ന് സാധിക്കട്ടെ എന്ന് എല്ലാ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷന്റെ എല്ലാവിധ പിന്തുണയും ഈ സംരംഭത്തിന് നൽകുന്നു എന്നറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത ആമുഖ പ്രഭാഷണത്തിനായി ഞങ്ങളുടെ യൂണിറ്റിൻ്റെ പൊതുപരിപാടികളുടെ നിറസാന്നിധ്യവും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറിയും പഴക്കാപ്പള്ളി ജാമിയ ബദരിയ അറബിക് കോളേജ് പ്രിൻസിപ്പാളുമായ KP മുഹമ്മദ് തൗഫീഖ് മൗലവി ഉസ്താദിനെ വളരെയധികം ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനികളെ, പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട നമ്മുടെ പണ്ഡിത പ്രസ്ഥാനം ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പോഷക യുവജന സംഘമായ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ കോതമംഗലം മേഖല അയ്യൂട്ടിപ്പടി യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ന്യൂസ് ചാനൽ പ്രവർത്തനത്തിന് ഇവിടെ സമാരംഭം കുറിക്കുകയാണ്. അൽഹംദുലില്ലാ. അള്ളാഹു എല്ലാവിധത്തിലുള്ള നന്മകളും ബറക്കാത്തുകളും പ്രദാനിക്കട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. നമ്മുടെ പരിസരം ധാരാളം ചാനലുകളെ കൊണ്ടും ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളെ കൊണ്ടും ഇന്ന് സമ്പന്നമാണ്. എന്നിരിക്കലും ഒരു പണ്ഡിത നേതൃത്വത്തിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന യുവജന സംഘം എന്ന നിലയിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുവദിക്കുന്ന മുഴുവൻ സാധ്യതകളെയും പ്രയോഗവൽക്കരിച്ചുകൊണ്ടും പ്രയോജനപ്പെടുത്തിക്കൊണ്ടുമുള്ള ഒരു ന്യൂസ് ചാനൽ പ്രവർത്തനമാണ് ഇവിടത്തിൽ സമാരംഭം കുറിക്കുന്നത്. ഈ ചാനൽ പ്രവർത്തനത്തിൻ്റെ പ്രമേയമായി സ്വീകരിച്ചിട്ടുള്ളത് തന്നെ വാസ്തവങ്ങൾ വസ്തുതയോടെ എന്നതാണ്. മാധ്യമപ്രവർത്തനത്തെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ ഇന്ന് മാധ്യമപ്രവർത്തനം ചെറുതാകട്ടെ വലുതാകട്ടെ, മാധ്യമപ്രവർത്തകന്മാർ വലിയവരാകട്ടെ ചെറിയവരാകട്ടെ, പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, സംസ്ഥാന തലത്തിൽ, രാജ്യതലത്തിൽ അഥവാ ദേശീയ തലത്തിൽ, രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ, പലരിലും പലവിധമായ ദുസ്വാധീനങ്ങളും നമ്മൾ കാണാറുണ്ട്. എല്ലാവരെയും സംബന്ധിച്ച് പറയുകയല്ല. എന്നിരുന്നാലും അത്തരത്തിലുള്ള ദുസ്വാധീനങ്ങൾ കുറവുമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പലപ്പോഴും വിലയിരുത്തപ്പെട്ടിട്ടുള്ളതുപോലെ സ്റ്റേറ്റിൻ്റെ മോശപ്പെട്ട സ്വാധീനം, അഥവാ ആരാണോ ഭരണകർത്താക്കൾ, ആ ഭരണകർത്താക്കളുടെ ഇംഗിതങ്ങൾക്കനുസൃതമായി മാത്രം വാർത്തകൾ പ്രക്ഷേപണം ചെയ്യുകയും അവർക്ക് പ്രത്യേകമായി ഇമേജുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീർത്തും കൃത്രിമമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകരും മാധ്യമ ചാനലുകളും ഇന്ന് വ്യാപകമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ആരാണോ ഈ ചാനലിന് വേണ്ടി കോടിക്കണക്കിന് ഉറുപ്പികകൾ മുടക്കിയിട്ടുള്ളത്, അങ്ങനെയുള്ള മുതലാളിമാരുടെ വമ്പൻ കോർപ്പറേറ്റുകളുടെ താൽപ്പര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള മാധ്യമപ്രവർത്തനം മറ്റൊരു ഭാഗത്ത് നമ്മൾ കാണുന്നു. വേറൊരു ഭാഗത്ത് സമൂഹത്തിൽ ഭൂരിപക്ഷത്തിൻ്റെ ഹിതമെന്താണോ ആ ഭൂരിപക്ഷത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് അനുസൃതമായി മാത്രം വാർത്തകൾ പടച്ചുവിടുകയും ഒരുപക്ഷെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടവരും പരിരക്ഷ നൽകേണ്ടവരും കൂടുതൽ കരുതൽ നൽകേണ്ടവരുമാകുന്ന സമൂഹത്തെ പാടെ അവഗണിച്ചുകൊണ്ട് അവരുടെ വാർത്തകളോ അവരുടെ ജീവിത ചുറ്റുപാടുകളോ അവരിൽ നിന്നും സമൂഹ മധ്യത്തിൽ വിളിച്ചു പറയപ്പെടേണ്ട യാഥാർത്ഥ്യങ്ങളെയോ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടുള്ള ഭൂരിപക്ഷത്തെ മാത്രം പരിഗണിച്ചുകൊണ്ടുള്ള വാർത്താ അവതരണങ്ങളും ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതെല്ലാം മോശപ്പെട്ട 3 സ്വാധീനങ്ങളാണ്. അതോടൊപ്പം വാർത്താമാധ്യമ പ്രവർത്തനങ്ങളിൽ സ്വയമായി നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ലാഭേച്ഛയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവരാണ്. വേറെ ചില ആളുകൾ ലാഭേച്ഛയേക്കാൾ പ്രധാനമായി കാണുന്നത് താങ്കൾ പടച്ചുവിടുന്ന വാർത്തകൾ കൂടുതൽ ആളുകളിലേക്ക് എത്തുക, അത് കൂടുതൽ ആളുകളിലേക്ക് വൈറലായി സെൻസേഷണലായി മാറുക എന്ന താല്പര്യത്തോടെ വാർത്തകൾ പടച്ചുവിടുന്നവരുണ്ട്.
ഇത്തരത്തിലുള്ള യാതൊരു ദുസ്വാധീനങ്ങളോ സ്വയമേവ മാധ്യമ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നേക്കാവുന്ന രണ്ടാമത് പറഞ്ഞ അപകടങ്ങളോ ഒന്നും കടന്നു വരാത്ത വിധത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഏറ്റവും ഉന്നതമായി പഠിപ്പിച്ച സത്യസന്ധതയോട് നിതാന്തമായി ബന്ധപ്പെട്ടുകൊണ്ട് വാസ്തവത്തോടും ആ വാസ്തവത്തെ അവതരിപ്പിക്കുന്നതിനുള്ള വസ്തുത വിതരണത്തോടും വസ്തുതയുടെ സമർപ്പണത്തോടും സമർത്ഥനത്തോടും യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ലാതെ സത്യസന്ധമായി വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു എളിയ പ്രവർത്തനം എന്ന നിലയിലാണ് ഇവിടെ ന്യൂസ് ചാനൽ പ്രവർത്തനത്തിന് സമാരംഭമാകുന്നത്. വാർത്തകളെ അവതരിപ്പിക്കുന്നതിൽ ഒരു ധൃതിപ്പെടലും ഉണ്ടാവുകയില്ല. കാരണം മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ എല്ലാവരെയും, നമ്മളെ എന്ന് പറഞ്ഞാൽ കേവലം വിശ്വാസ സമൂഹത്തെ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള എല്ലാവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പഠിപ്പിച്ചത് അത്തബീനു മിനല്ലാഹി വല അജലത്തു മിനശ് ശൈത്വാൻ എന്നാണ്. കാര്യങ്ങളെ വസ്തുതാപരമായി അന്വേഷിച്ചുകൊണ്ട് വ്യക്തതയോടെ അവതരിപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ സഹായമുള്ള മഹത്വരമായ പ്രവർത്തനമാണ്. ധൃതിപ്പെട്ടുകൊണ്ട് കാര്യങ്ങളിൽ അവധാനതയില്ലാതെ കാര്യങ്ങളെ കൃത്യമായി പരിശോധിക്കാതെ ആളുകളിലേക്ക് സംപ്രേഷണം ചെയ്യുക എന്നത് പൈശാചിക ദുർബോധനത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായും ബഹുമാനപ്പെട്ട ജംഇയ്യത്തിൻ്റെ പോഷക പ്രസ്ഥാനം എന്ന നിലയിൽ നാം ഈ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ, വാർത്തകളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ വസ്തുതകളെ വിശകലനം ചെയ്തുകൊണ്ട് വളരെ കൃത്യമായി വസ്തുതാപരമായി അവതരിപ്പിക്കുവാൻ, വ്യക്തതാപരമായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കണം എന്നീ സന്ദർഭത്തിൽ വളരെ സന്തോഷപൂർവകമായി അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഏതൊരു വാർത്തയും അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ സ്രോതസ്സുകൾ, വാസ്തവങ്ങൾ വസ്തുതയോടെ എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തിയല്ലോ, യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ഏതൊരു കാര്യവും, ഒരു വാർത്ത നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട സുകുമാർ അഴീക്കോട് സാറ് കേരളത്തിൻ്റെ അറിയപ്പെട്ട പ്രഭാഷകനും ലോകം ആദരിക്കുന്ന, രാജ്യം പത്മശ്രീ പോലും നൽകി ആദരിക്കുവാൻ വെമ്പൽ കൊണ്ട സാഹിത്യകാരനുമായിരുന്നു. പക്ഷെ അദ്ദേഹം പത്മശ്രീ സ്വീകരിക്കുകയുണ്ടായില്ല. അത് തീരുമാനിക്കുന്ന ആ ബോഡിയുടെ വിഷയത്തിൽ, ആ തീരുമാനമെടുക്കുന്ന ആ സമിതിയുടെ വിഷയത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പത്മശ്രീ അവാർഡ് നിരസിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ ക്യാൻസർ രോഗബാധിതനായി ബഹുമാനപ്പെട്ട നമ്മുടെ യൂസുഫ് അലി സാഹിബ് പകർന്നു നൽകിയ സംസം വെള്ളം കുടിച്ചുകൊണ്ട് രോഗാതുരമായ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ അദ്ദേഹം മരണപ്പെട്ടു എന്ന തെറ്റായ വാർത്ത സംപ്രേഷണം ചെയ്ത വാർത്താ ചാനലുകൾ കേരളത്തിലുണ്ട്. സത്യസന്ധമായി ശരിയായ ഉറവിടങ്ങളിലൂടെ വാർത്തകൾ അവതരിപ്പിക്കുക, തെറ്റായ വാർത്താ വിതരണങ്ങൾ, സംപ്രേഷണങ്ങൾ നടത്താതിരിക്കുക എന്നതിനെ അജണ്ടയായി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് സഹായകമാകുന്ന വിധത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് സഹായകമാകുന്ന വിധത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ മാനവികമായ സൗഹാർദ്ദത്തിന് ഉപോത്ബലകമാകുന്ന വിധത്തിൽ ഒരു മഹത്തരമായ പ്രവർത്തനത്തിനാണ് ഇവിടത്തിൽ നാന്ദി കുറിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധമായ പിന്തുണയും ഉണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ ഈ ന്യൂസ് ചാനൽ ശ്രദ്ധിക്കുന്നതിനും ഇതിൽ നിങ്ങളെല്ലാവരും ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ ഒക്കെ പങ്കാളികളായി തീരണം എന്നും അഭ്യർത്ഥിച്ചുകൊണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഈ മഹത്തരമായ പ്രവർത്തനത്തിന് എല്ലാവിധത്തിലുള്ള ആശംസകൾ നേർന്നുകൊണ്ടും ഈ പ്രവർത്തനത്തിൻ്റെ ആമുഖ സമർപ്പണ ഭാഷണം ഉപസംഹരിക്കുന്നു. വാഖിർ ദഅവത്തി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്ത ആമുഖ പ്രഭാഷണത്തിനായി KMYF ജില്ലാ പ്രസിഡന്റും ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും മാർഗനിർദ്ദേശങ്ങളും ഉപദേശവും തരുന്ന KK നാസറുദ്ദീൻ ബാക്കവി ഉസ്താദിനെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വമൗലാനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയങ്കരരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ്റെ കരുത്തരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും അല്ലാഹു അവൻ്റെ അടുക്കൽ ഒരു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ്റെ അയ്യൂട്ടിപ്പടി യൂണിറ്റ്
നമ്മുടെ നാടുകളിൽ വിവിധ തരത്തിലുള്ള ജനസേവന പ്രവർത്തനങ്ങളിൽ, സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും ബന്ധപ്പെടുകയും ചെയ്ത ഒരു സ്തുത്യർഹമായ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമയുടെ മഹത്തായ യുവജന പ്രസ്ഥാനമായ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ. അയ്യോട്ടിപ്പടി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പല പ്രവർത്തനങ്ങളും ഫ്ലഡിൻ്റെ കാലഘട്ടത്തിൽ വെള്ളപ്പൊക്കത്തിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചവർക്ക് കൈത്താങ്ങായി നിലനിൽക്കുകയും ഒരുപാട് അശരണർക്കും അവശരുമായ ആളുകൾക്ക്, രോഗികൾക്ക് അത്താണിയായി, അവരുടെ ആശാകേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ യുവജന പ്രസ്ഥാനം ഒരു പുതിയ ആശയം മുന്നോട്ട് കൊണ്ടുവരികയാണ്. നവീന ലോകത്ത് പുതിയ പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നത് പോലെ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ ന്യൂസ് ഹബ്ബ് ഓൺലൈൻ വാർത്താ ചാനൽ ഇതാ തുടങ്ങാൻ ആരംഭിക്കുകയാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാം ശ്ലാഘിക്കപ്പെടേണ്ടതാണ്, പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, എല്ലാ വാർത്തകളും വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടി ബോധ്യപ്പെടുത്തി തരാൻ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് ഹബ്ബ് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഈ വരുന്ന അടുത്ത ദിവസം നടക്കുകയാണ്. അതിലേക്ക് എല്ലാവിധമായ പിന്തുണയും കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ്റെ എറണാകുളം ജില്ലയുടെ എല്ലാവിധമായ പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കുകയും സഹായിക്കുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യണമെന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവിധമായ ഭാവുകങ്ങൾ നേരുന്നതിനോടൊപ്പം ഈ മഹത്തായ പ്രവർത്തനത്തിന് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്തതായി ഈ ഓൺലൈൻ ന്യൂസ് ഹബിൻ്റെ ഉദ്ഘാടനമാണ്. അതിനുവേണ്ടി KMYF സംസ്ഥാന പ്രസിഡന്റും ഈ സംഘടനയെ വളരെ ചലനാത്മകമായി മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന യുവ പണ്ഡിതൻ ഇലവുപാലം ഷംസുദ്ദീൻ മന്നാനി ഉസ്താദിനെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംഘടനാ ബന്ധുക്കളെ, കർമ്മോത്സുകരും കർമ്മോജ്വലരുമായ KMYFൻ്റെ പ്രവർത്തകരെ, കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ്റെ അയ്യൂട്ടിപ്പടി യൂണിറ്റ് വാർത്താ മാധ്യമ രംഗത്ത് ഒരു പുതിയ ചുവടുവയ്പ് നടത്തുകയാണ്. നവസാമൂഹിക മാധ്യമങ്ങൾക്ക് ഏറെ പ്രസക്തിയുള്ള പുതിയ ലോകത്ത് ഓൺലൈനിൽ നാട്ടിലെയും സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ശ്രദ്ധിക്കേണ്ടുന്ന സത്വരമായ ഇടപെടലുകൾ ആവശ്യമുള്ള വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം, വാർത്തകൾ വസ്തുതയോടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നേരും നെറിയുമുള്ള ഒരു മാധ്യമ സംസ്കാരം എപ്പോഴും ജനാധിപത്യ പൂർണ്ണമായ ഒരു രാഷ്ട്രത്തിന് അനിവാര്യമായ ഘടകമാണ് എന്നുള്ളതിന് യാതൊരുവിധ സംശയവും ഇല്ല. രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ താങ്ങുന്ന 4 തൂണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാധ്യമങ്ങളാണ്. ആ മാധ്യമ സംവിധാനം രാജ്യത്തിൻ്റെ അവഗണിക്കപ്പെടുന്ന, തമസ്കരിക്കപ്പെടുന്ന വാർത്താ ഇടങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് ഒരു രാജ്യം അതിൻ്റെ ജനാധിപത്യത്തിൽ പൂർണ്ണത കൈവരിക്കുന്നത്. തീർച്ചയായും ഏറെ മാധ്യമങ്ങളുള്ള പുതിയ ലോകത്ത് സത്യം പറയുന്ന മാധ്യമങ്ങളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞു പോകുന്ന കാഴ്ച നാം ഓരോരുത്തരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അസത്യങ്ങളും അർത്ഥസത്യങ്ങളും പ്രചരിപ്പിച്ച് മീഡിയ മാനേജ്മെൻറ്റുകൾക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും അനുസൃതമായ വാർത്തകൾ മെനയുന്നതിന് രാജ്യത്തിലെ പാർശ്വവത്കരിക്കപ്പെടുന്നവരുടെയും പിന്നാക്കക്കാരുടെയും ആദിവാസികളുടെയും ദലിതിൻ്റെയും മതന്യൂനപക്ഷങ്ങളുടെയും ഒക്കെ വാർത്തകൾ ഭരിക്കുന്നവരുടെ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവരുടെ ഇംഗിതങ്ങൾക്കും ഇച്ഛകൾക്കും അനുസൃതമായി വളച്ചൊടിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്ന പുതിയ ലോകത്തിൻ്റെ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒരു പുതിയ വാർത്താ സംവിധാനത്തിന് ഓൺലൈനിൽ ജനങ്ങളുടെ മുന്നിലേക്ക് അവരുടെ വിരൽത്തുമ്പിൽ വാർത്തകൾ ഒരു കയ്യെത്തും ദൂരത്തിൽ എത്തുന്നത് തീർച്ചയായും സത്യം കൂടുതൽ പ്രകാശിക്കാൻ ഇടയാകും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. അത്തരത്തിലുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായി
ഒരു ചുവടുവയ്പ് നടത്തുന്നതിന് തീരുമാനിച്ച KMYF-ന്റെ അയ്യൂട്ടിപ്പടി യൂണിറ്റിൻ്റെ കർമ്മോജ്വലരായ ചുണക്കുട്ടന്മാരായ പ്രവർത്തകർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നന്ദിയും അർപ്പിക്കുകയാണ്. വാർത്തകൾ തീർച്ചയായും സത്യസന്ധമായി സ്നേഹം നിറഞ്ഞ നിലയിൽ ജനങ്ങൾക്ക് എത്തേണ്ടതുണ്ട് എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. അത്തരത്തിലുള്ള മുക്തകണ്ഠം പ്രശംസിക്കപ്പെടേണ്ടുന്ന ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് വന്ന പ്രിയപ്പെട്ടവരെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യുന്നു. ഈ മഹത്തായ വാർത്താ മാധ്യമ ചാനലിൻ്റെ സംസ്കാടന കർമ്മം നിർവഹിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധമായ വാക്യം ഉച്ചരിച്ചുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഏവർക്കും ഹൃദ്യമായ നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി മുഖ്യ പ്രഭാഷണമാണ്. അതിനുവേണ്ടി ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറിയും പ്രമുഖ പണ്ഡിതനും ഞങ്ങളെ യൂണിറ്റിന് എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ഞങ്ങൾക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള എല്ലാവിധ ഊർജവും പ്രദാനം ചെയ്യുന്ന CA മൂസ ഉസ്താദിനെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ യുവജന പ്രസ്ഥാനമായ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ അതിൻ്റെ അയ്യൂട്ടിപ്പടി യൂണിറ്റ് KMYF ന്യൂസ് ഹബ്ബ് എന്ന പുതിയ സംരംഭവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം, KMYF-നെ സംബന്ധിച്ചിടത്തോളവും അഭിമാനകരമായ ഒരു നിമിഷമാണിത്. ഈ സമയത്ത് ബന്ധപ്പെട്ട പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കേരള മുസ്ലിം യുവജന ഫെഡറേഷന്റെ അയ്യൂട്ടിപ്പടി യൂണിറ്റ് ഈ പുതിയ സംരംഭവുമായി രംഗത്ത് വരുമ്പോൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനമായ മുദ്രാവാക്യം വാർത്തകൾ വസ്തുതയോടെ എന്ന അതിപ്രധാനമായ ഒരു ആശയമാണ്. വാർത്തകൾ യഥാസമയം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് വസ്തുതാപരമായി വാർത്തകളെ എത്തിക്കുക എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തെവിടെയും നടക്കുന്ന വിവരങ്ങൾ തത്സമയം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും പ്രേക്ഷകർക്ക് ബോധ്യപ്പെടാനുമുള്ള അവസരങ്ങൾ യഥോചിതം വളരെ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ പലതും പലപ്പോഴും അത്യുക്തപരമായിട്ടുള്ളതോ അത്ഭുതം കൂട്ടിക്കലർത്തിയതോ ഏതെങ്കിലും ചിലക്കുള്ള ഊഹാപോഹങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലോ ആകുമ്പോൾ അത് ലോകത്ത് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹുമുഖ മത സാമുദായിക സാഹചര്യം നിലനിൽക്കുന്ന ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വാർത്തയും വളരെ കൃത്യമായും സത്യസന്ധവുമായ നിലയിലും ജനങ്ങളിലേക്ക് എത്തേണ്ടത് അനിവാര്യമാണ്. ചിലപ്പോൾ ചില തെറ്റായ വാർത്തകളായിരിക്കും ഒരു സമൂഹത്തിൽ ഒന്നാകെ പ്രതിസന്ധികൾ ഉയർത്തി കൊണ്ടുവരുന്നത്. പലപ്പോഴും വർഗീയ കലാപങ്ങളിലേക്ക് നയിക്കുന്നത് തെറ്റായ വാർത്തകളാണ്. ഇപ്പൊ ഡൽഹി കലാപങ്ങളുടെ എല്ലാം പുറകിൽ ആസൂത്രിതമായ വിധത്തിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നു എന്ന് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെ ഇപ്പോൾ തുറന്നു സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വാർത്തകൾ സത്യസന്ധമായിരിക്കണമെന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായ ജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു, കപടവിശ്വാസികളും കപട മനസ്കരായ ആളുകളും തെറ്റായ ചിന്തയുള്ളവരും തെറ്റായ താല്പര്യങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് തെറ്റായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഫതബയ്യനു, സൂക്ഷ്മമായി അതിനെ നിരീക്ഷിക്കുകയും വളരെ വ്യക്തമായി അതിനെ പഠനവിധേയമാക്കിക്കൊണ്ട് നിങ്ങൾ അതിന്റെ വസ്തുതകളെ ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകണം. അൻതുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. ചിലപ്പോൾ തെറ്റായ വാർത്തയെ തുടർന്ന് വളരെ അധികം മോശമായ സാഹചര്യങ്ങൾ അതിനെ തുടർന്ന് വന്നു ചേരും. അപ്പൊ അങ്ങനെ വരുമ്പോ അത് പിന്നീട് ഒരുപാട് നാൾ ഖേദിക്കേണ്ട സാഹചര്യങ്ങൾ അതിന്റെ പുറകിൽ വന്നു ചേർന്നു എന്ന് വന്നേക്കും. അപ്പൊ അതുകൊണ്ട് വാർത്തകൾ സത്യസന്ധമായ നിലയ്ക്ക് നിങ്ങൾ പഠനവിധേയമാക്കി ബോധ്യപ്പെട്ട വാർത്തകളാണ് പ്രചരിപ്പിക്കേണ്ടത് എന്ന പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിന്റെ കൃത്യമായിട്ടുള്ള ഒരു പ്രാവർത്തികമാക്കി തീർക്കുവാനുള്ള ഒരു പരിശ്രമം കൂടിയാണ്
KMYF അയ്യൂട്ടിപ്പടി യൂണിറ്റ് ഏറ്റെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും മഹത്തായ പരിശ്രമത്തെ മുക്തകണ്ഠം പ്രശംസിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. ബന്ധപ്പെട്ട ആളുകൾക്ക് നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വിനീതമായ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടു വാക്ക് സംസാരിക്കുവാൻ താൻ ചെയ്ത തെറ്റെന്നറിയാതെ നീതിന്യായ കോടതിയിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന, ഇന്നും നീതി നിഷേധത്തിന്റെ പ്രതീകം ബഹുമാനപ്പെട്ട അബ്ദുൽ നാസർ മഅദനി ഉസ്താദിനെ വളരെയധികം ഹാർദവമായി ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീന സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദരന്മാരെ, KMYF ന്യൂസ് ഹബ്ബ് എന്ന പേരിൽ ഒരു ഓൺലൈൻ വാർത്താ ചാനൽ ആരംഭിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ ഒരു ചെറിയ ശബ്ദ സന്ദേശം വേണമെന്ന് അതിൻ്റെ സംഘാടകർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഈ ചെറിയ വോയിസ് വിടുന്നത്. ശാരീരിക അസ്വസ്ഥതകളുടെ നടുവിലാണ് എന്നതുകൊണ്ട് തന്നെ ഒരു വലിയ ശബ്ദ സന്ദേശം വിടാൻ കഴിയുന്നില്ല എന്ന് ഖേദപൂർവ്വം അറിയിക്കുകയാണ്. നമുക്കറിയാം, ലോക ചരിത്രത്തിലെ എല്ലാ ഏകാധിപതികളും ഫാസിസ്റ്റ് ശക്തികളും നാസിസ്റ്റ് ശക്തികളുമെല്ലാം തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ടാണ് അവരുടെ മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യൻ ഫാസിസവും അവരുടെ തുടക്കം മുതൽ തന്നെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുക, ആ വാർത്തയിലൂടെ തെറ്റായ പ്രചരണത്തിലൂടെ നിരപരാധികളെ കൊന്നൊടുക്കുക, നിരപരാധികളെ കാരാഗൃഹങ്ങളിലടയ്ക്കുക, ആരാധനാലയങ്ങൾ ആക്രമിച്ച് കീഴടക്കുക തുടങ്ങി ഇന്ത്യൻ ഫാസിസവും തെറ്റായ പ്രചരണങ്ങളിലൂടെയാണ് മുന്നേറിയിട്ടുള്ളത്. ഇന്നും വളരെ തെറ്റായ പ്രചരണങ്ങൾ നടത്തിയാണ് ഓരോ കാര്യങ്ങളും അവർ നേടിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ഒട്ടുമിക്ക മാധ്യമങ്ങളെയും അവർ കീഴടക്കിയിട്ടുണ്ട്. ചിലരെ പ്രലോഭിപ്പിച്ച് കീഴടക്കി, ചിലരെ വിലക്കെടുത്തു, ചിലരെ ഭീഷണിപ്പെടുത്തി കൂടെ നിർത്തി. ഇങ്ങനെയൊക്കെ എല്ലാ മാധ്യമങ്ങളും, പത്രങ്ങൾ, ചാനലുകൾ, ഇവയിൽ ഒട്ടുമിക്കതും ഫാസിസ്റ്റ് ശക്തികൾ കൈയടക്കി വച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ മതേതര മാധ്യമമായിരുന്നു ദി ഹിന്ദു എന്ന ന്യൂസ് പേപ്പർ. ആ പത്രത്തിന് പോലും ഒരുപാട് വിലക്കുകളും വിലങ്ങുകളും സൃഷ്ടിച്ച് അവസാനം അവരെ പോലും ഫാസിസ്റ്റ് പക്ഷത്തേക്ക് ചായ്ച്ചു കൊണ്ടുവരാൻ ഇന്ത്യയിലെ ഫാസിസ്റ്റ് ദുശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ എല്ലാ മാധ്യമ ശൃംഖലകളും ഫാസിസത്തിൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക വേളയിൽ ഫാസിസത്തിന് വല്ലാതെ കീഴടക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത മേഖലയാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ രംഗത്തും ഫാസിസ്റ്റ് ദുശക്തികൾ വിവിധ തരത്തിലുള്ള ദുഷ്പ്രചരണങ്ങളും തെറ്റായ വാർത്തകളുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ സോഷ്യൽ മീഡിയയിലും ഒരുപാട് സോഷ്യൽ മീഡിയ തന്നെ ഗുണ്ടകളെ പോലെ കൈയടക്കി വെച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും സോഷ്യൽ മീഡിയ സൈബർ ഗുണ്ടകളുടെയും സൈബർ പോരാളികളുടെയും ഒക്കെ പിടിയിൽ മാത്രമല്ല ഉള്ളത്. ഓരോരുത്തർക്കും അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച്
അല്ലെങ്കിൽ ഓരോ സംഘങ്ങൾക്കും അവരവരുടേതായ ആശയപ്രചരണം നടത്താൻ കഴിയുന്ന വണ്ണം ഇപ്പോൾ സോഷ്യൽ മീഡിയ കുറച്ച് സ്വതന്ത്രമാണ്. അതും കയ്യിലൊതുക്കാനും കീഴടക്കാനുമുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും താരതമ്യേന സോഷ്യൽ മീഡിയയ്ക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന ചലനങ്ങൾ വളരെ വലുതാണ്, വ്യത്യസ്തമാണ്. നമുക്കറിയാം, സമീപകാലത്ത് അമേരിക്കയിൽ ജോർജ് ഫ്ലോയിഡ് എന്ന കറുത്ത വർഗക്കാരനായ സഹോദരനെ ഒരു പോലീസുകാരൻ, വെളുത്തവനായ പോലീസുകാരൻ ക്രൂരമായി മർദ്ദിച്ചു കൊന്നു. ആ രംഗമൊക്കെ നമ്മൾ കണ്ടതാണ്. കഴുത്തിലേക്ക് തൻ്റെ കാലിൻ്റെ മുട്ട് ചേർത്ത് വെച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലുകയുണ്ടായി. പണ്ടൊക്കെ അങ്ങനൊരു സംഭവം നടന്നാൽ അത്രയും വലിയൊരു വിവാദമോ ഒരു വിപ്ലവമോ ഒന്നും ആകാറില്ല അത്. എന്നാൽ ജോർജ് ഫ്ലോയിഡിൻ്റെ കൊലപാതകം അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയെ പിടിച്ചുകുലുക്കി. അമേരിക്കയിലെ ഒരുപാട് വെള്ളക്കാരുടെ കെട്ടിടങ്ങൾ ദിവസങ്ങളോളം കത്തിയമർന്നു, വാഹനങ്ങൾ കത്തിയമർന്നു. വളരെ ശക്തമായ ഒരു പോരാട്ടവും വലിയ ശക്തമായ ഒരു സംഘർഷവും അതുവഴി ഒരു വലിയ കറുത്ത വർഗക്കാരുടെ വൈകാരികമായ മുന്നേറ്റവും അമേരിക്കയിലുണ്ടായി. സാമ്രാജ്യത്വ ശക്തികളെ പിടിച്ചുകുലുക്കിയ ആ സംഭവത്തിൻ്റെ മൊത്തം പ്രചരണങ്ങളും നമുക്കറിയാവുന്നതുപോലെ ഹാഷ്ടാഗിലൂടെ ആയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, CAAയ്ക്കും NRCക്കും എതിരെയൊക്കെ ഇന്ത്യയിൽ നടന്ന സമരങ്ങൾ, ആ സമരങ്ങളെയൊക്കെ വളരെ ശക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും സോഷ്യൽ മീഡിയയിലൂടെയാണ്. അല്ലാതെ മറ്റു മാധ്യമങ്ങളിലൂടെ കാര്യമായ രീതിയിലുള്ള പ്രചരണങ്ങളൊന്നും അതിന് കിട്ടിയിട്ടില്ല എന്ന് നമുക്കറിയാം. ഇങ്ങനെ സോഷ്യൽ മീഡിയ വളരെ ശക്തമായി സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന, വളരെ വിശാലമായ ഒരു മേഖലയായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇസ്ലാമിക പ്രബോധകരും ഇസ്ലാമിക പ്രവർത്തകരും ആ രംഗത്ത് ശക്തമായ വ്യക്തമായ അറിവ് കൈവരിക്കൽ അനിവാര്യമാണ്. ഇൽമു പഠിക്കുക എന്നതിന് വലിയ പ്രാധാന്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേൾക്കുന്ന കാര്യമാണ്, പണ്ഡിതൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ പേനത്തുമ്പിലെ മഷിക്ക് രക്തസാക്ഷിയുടെ രക്തത്തെക്കാൾ പ്രാധാന്യമുണ്ട് എന്ന്. അതുപോലെ തന്നെ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുന്ന പാതയിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവന് ഷഹീദിൻ്റെ കൂലിയുണ്ടെന്ന്. ഇതൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് ഇൽമു നമ്മൾ പഠിക്കേണ്ടതും പ്രചരിപ്പിക്കേണ്ടതും. ഇന്ന് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു പ്രബോധന മാർഗമാണ് സോഷ്യൽ മീഡിയ. അപ്പോൾ അതുകൊണ്ട് മറ്റു തരത്തിലുള്ള പഠനങ്ങളൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയ കൂടി ആ രംഗത്ത് കൂടി അതിൻ്റെ വിവിധ തലങ്ങളിൽ വൈഭവമുള്ള പാണ്ഡിത്യമുള്ള ആളുകളെ കണ്ടെത്തി യുവ പണ്ഡിതന്മാരെ കൂട്ടിയിരുത്തി അത് ഉപയോഗിക്കേണ്ടത് സോഷ്യൽ മീഡിയ എന്നതൊരു ഫേസ്ബുക്ക് മാത്രമല്ലല്ലോ, വാട്സപ്പും മാത്രമല്ല. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ എല്ലാ തലങ്ങളിലുമുള്ള ഉപയോഗങ്ങൾ വളരെ കൃത്യമായി പഠിക്കുകയും ആ മേഖലകളെ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഏറ്റവും അധികം ഇസ്ലാം വിമർശിക്കപ്പെടുന്ന, തെറ്റായി ഇസ്ലാമിനെ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന, ഇസ്ലാമിക സംവിധാനങ്ങളെയും നിയമസംഹിതകളെയും വളരെ മോശവും മ്ലേച്ഛവുമായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന, എന്ന് മാത്രമല്ല മുസ്ലിം ആയിപ്പോയി എന്നതിൻ്റെ പേരിൽ നടുറോഡിൽ കൊല്ലപ്പെടുകയും കത്തിയരിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിൻ്റെ തനതായ മൂല്യങ്ങളെപ്പറ്റി കൃത്യമായി മുസ്ലിങ്ങളിൽ മാത്രമല്ല ലോക സമൂഹത്തിന് മൊത്തം അവരിലേക്കതെത്താൻ ഓരോ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അവരുടെ രുചിക്കനുസരിച്ച് ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള രീതിയിൽ ഉള്ള പ്രബോധന പ്രചരണ മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതിന് സോഷ്യൽ മീഡിയ രംഗത്ത് കേരളത്തിലെ യുവ പണ്ഡിതന്മാർ, വിനീതനായ എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്, അറബി കോളേജുകളിൽ മദ്രസകളിൽ ഒക്കെ സോഷ്യൽ മീഡിയയുടെ ശരിയായ ഉപയോഗമാർഗത്തെപ്പറ്റിയും സോഷ്യൽ മീഡിയയിലൂടെ പ്രബോധനം ചെയ്യേണ്ട രീതിയെപ്പറ്റിയും കൃത്യമായ ഒരു അധ്യാപനം തന്നെ, ഒരു ക്ലാസ് തന്നെ, ഒരു പഠന രംഗം തന്നെ ഉണ്ടാകണമെന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്
KMIF-ൻ്റെ പേരിൽ ഒരു ഓൺലൈൻ വാർത്താ ചാനൽ ആരംഭിക്കുന്നു എന്നതും അതിൽ രംഗത്ത് നിൽക്കുന്നതും നേതൃത്വം കൊടുക്കുന്നതുമൊക്കെ യുവ പണ്ഡിതന്മാരാണ് എന്നുള്ളതിലും വളരെയധികം സന്തോഷമുണ്ട്. കാലഘട്ടം വളരെ മോശമായി കൊണ്ടിരിക്കുമ്പോൾ, സമൂഹം വളരെ ദുഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അധികാരിവർഗം വല്ലാതെ അക്രമികളായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തമുള്ള പണ്ഡിത സമൂഹം കഴിയുന്നവണ്ണമെല്ലാം പ്രബോധന പ്രവർത്തനങ്ങൾ, അതുപോലെ ഇസ്ലാമിക മൂല്യങ്ങളെപ്പറ്റിയുള്ള പ്രചരണങ്ങൾ, ഇസ്ലാം ദീനിനെതിരെ വരുന്ന ദുഷിച്ച പ്രചരണങ്ങളെ തടുത്തു നിർത്തുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ഇതെല്ലാം രൂപപ്പെടുത്തി യുവ പണ്ഡിതന്മാർ ശക്തമായി മുന്നേറുന്നതിൽ സന്തോഷമുണ്ട്. ആ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന KMIF-ൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും KMIF-ൻ്റെ ഈ യൂണിറ്റ് കമ്മിറ്റിക്കും എല്ലാ അഭിവാദ്യങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വേണ്ടി എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഉണർത്തുകയാണ്. ഞാൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന കേസിൽ വളരെ നിർണായകമായ സമയങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ സമയത്ത് ഏറ്റവും സത്യസന്ധമായ നിലയിൽ, നീതിപൂർവമായ നിലയിലുള്ള വിധി എൻ്റെ കേസിനുണ്ടാകുന്നതിനും കേരളീയ സമൂഹത്തിലേക്ക് എനിക്ക് മടങ്ങിയെത്തുന്നതിനും എൻ്റെ ശിഷ്ടായുസ് ആരോഗ്യപരമായി എത്ര ദുർബലമാണെങ്കിലും ഉമ്മത്തിനു വേണ്ടി എനിക്ക് കഴിയുന്നവണ്ണമുള്ള ഖിദ്മത്തുകൾ, സേവനങ്ങൾ മർദ്ദിത സമൂഹത്തിന് വേണ്ടിയും ചെയ്യുന്നതിനുമുള്ള തൗഫീഖിന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെന്ന് വിനയപൂർവ്വം ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത ആശംസാ പ്രസംഗത്തിനായി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീറിനെ വളരെയധികം സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ പ്രിയപ്പെട്ടവരെ, കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ നെല്ലിക്കുഴി പഞ്ചായത്ത് അയ്യൂട്ടിപ്പടി യൂണിറ്റ് ഒരു വാർത്താവിനിമയ രംഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ അതിയായ സന്തോഷം ഞാൻ പങ്കുവയ്ക്കുന്നു. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ ഓൺലൈൻ വാർത്തകൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള ഘട്ടത്തിലാണ് മുസ്ലിം യുവജന ഫെഡറേഷൻ ഈ പരിപാടിയിലേക്ക് കടക്കുന്നത്. ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. അടുത്ത ആശംസാ പ്രസംഗത്തിനായി KMIF കോതമംഗലം താലൂക്കിന്റെ അമരക്കാരൻ CH ഷാനവാസ് കാസിമി ഉസ്താദിനെ വളരെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്ന് ധാരാളം വാർത്താ മാധ്യമങ്ങൾ നിലവിലുണ്ടെങ്കിലും അതെല്ലാം ചില പ്രത്യേക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് വാർത്തകൾ സത്യസന്ധമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ പല വാർത്താ മാധ്യമങ്ങൾക്കും കഴിയുന്നില്ല. അതിന് ബദലായിട്ട് കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ അയ്യൂട്ടിപ്പടി യൂണിറ്റ് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിലേക്ക് അപ്പോൾ എത്തിക്കുന്നതിന് വേണ്ടി ഒരു വാർത്താ ചാനൽ തുടങ്ങുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതിന് കോതമംഗലം താലൂക്കിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും. അടുത്ത ആശംസാ പ്രസംഗത്തിനായി ഞങ്ങളുടെ നാട്ടുകാരനും കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ MA മുഹമ്മദിനെ വളരെയധികം സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സുഹൃത്തുക്കളെ, നമ്മളുടെ നെല്ലിക്കുഴി കനാൽ പാലം അയ്യൂട്ടിപ്പടി കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ്റെ നേതൃത്വത്തിൽ ഒരു ന്യൂസ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്നറിയാൻ കഴിഞ്ഞു. യൂട്യൂബ് ചാനലായാലും ന്യൂസ് ചാനലായാലും എന്തായാലും ജനങ്ങളിലേക്ക് വാസ്തവമായി കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്ന ഈ ശ്രമം സമൂഹത്തിന് വളരെയധികം ഗുണപ്രദമാണ് എന്ന് ഞാൻ സ്മരിക്കുകയാണ്. മറ്റൊരു കാര്യമുള്ളത്, ഒരു ന്യൂസ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ, ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ, ആ ന്യൂസിൻ്റെ ഉറവിടവും അതിൻ്റെ സത്യസന്ധതയും നമ്മളൊന്ന് അന്വേഷിച്ച് ബോധ്യപ്പെട്ടില്ല എങ്കിൽ ഒരു പക്ഷേ അത് വലിയ രീതിയിലുള്ള തെറ്റായ ഒരു പ്രവണതയിലേക്കോ ഒരു കുഴപ്പത്തിലേക്കോ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. എന്തായാലും ഷബീർ ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ന്യൂസ് ചാനൽ അത്തരത്തിലുള്ള അബദ്ധങ്ങൾ കാണിക്കില്ല എന്നുറപ്പുണ്ട്. പക്വതയുള്ള പണ്ഡിത നേതൃത്വം കൊടുക്കുന്ന
ഒരു ചാനൽ എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട്. എല്ലാവിധ ആശംസകളും ഇതിനർപ്പിക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ, സമൂഹം അംഗീകരിക്കുന്ന രീതിയിൽ ഈ ന്യൂസ് ചാനൽ ഇതിൻ്റെ പ്രവർത്തകരുടെ ആ നന്മ നിറഞ്ഞ മനസ്സും എത്തിക്കട്ടെ, എത്തും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാവിധ ആശംസ. അടുത്തതായി ആശംസ അറിയിക്കുന്നത് നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ ഷഹന അനസാണ്. ആ സഹോദരിയെ വളരെയധികം സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ഷഹന അനസ്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായി മാറിയ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ നെല്ലിക്കുഴി അയ്യൂട്ടിപ്പടി യൂണിറ്റ് വാർത്താവിനിമയ രംഗത്ത് പ്രവേശിക്കുന്നു എന്നറിയാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. വാർത്തകൾ നേരായ വഴിയിലൂടെ ജനങ്ങളിൽ എത്തിക്കുവാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പുതിയ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ പിന്തുണയും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. അടുത്തതായി ഈ യോഗത്തിന് ആശംസ അറിയിക്കുന്നത് നെല്ലിക്കുഴി പഞ്ചായത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അലി പടിഞ്ഞാറച്ചാലിയാണ്. അദ്ദേഹത്തെ വളരെയധികം സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ നെല്ലിക്കുഴി പഞ്ചായത്ത് അയ്യൂട്ടിപ്പടി യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ KMYF ന്യൂസ് ഹബ് എന്ന പേരിൽ ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടലിന് തുടക്കം കുറിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. ഈ സംരംഭത്തിന് എല്ലാവിധ പിന്തുണയും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നതോടൊപ്പം ഈ നാട്ടിലെ വിവിധങ്ങളായ വിഷയങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു വാർത്താ സംവിധാനം ഒരുക്കിക്കൊണ്ട് ഈ പോർട്ടൽ വളരെ വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെല്ലിക്കുഴി മണ്ഡലം കമ്മിറ്റിയുടെ പ്രത്യേകമായ അഭിവാദ്യങ്ങളും നേരുകയാണ്. അടുത്തതായി ഈ യോഗത്തിന് ആശംസ അറിയിക്കുന്നത് CPM മേക്കരപ്പടി ബ്രാഞ്ച് സെക്രട്ടറി നൂറുദ്ദീൻ ഇക്രക്കുടിയാണ്. അദ്ദേഹത്തെ വളരെയധികം സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായി മാറിയ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ നെല്ലിക്കുഴി അയ്യൂട്ടിപ്പടി യൂണിറ്റ് വാർത്താവിനിമയ രംഗത്തേക്ക് പ്രവേശിക്കുന്നു എന്ന് അറിയാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. വാർത്തകൾ നേരായ വഴിയിലൂടെ ജനഹൃദയങ്ങളിൽ എത്തിക്കുവാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പുതിയ സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അടുത്ത ആശംസാ പ്രസംഗത്തിനായി മുസ്ലിം ലീഗ് കോതമംഗലം താലൂക്ക് സെക്രട്ടറി PM സക്കരിയെ വളരെയധികം സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. KMYF അയ്യൂട്ടിപ്പടി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കോതമംഗലം കേന്ദ്രമായി ഒരു ഓൺലൈൻ വാർത്താ ചാനൽ ആരംഭിക്കുന്നതായി അറിയാൻ കഴിഞ്ഞു. വാർത്തകൾ സത്യസന്ധമായും വളരെ വേഗത്തിലും ജനങ്ങളിൽ എത്തിക്കുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. അടുത്തതായി ഈ ന്യൂസ് ഹബിന്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുവാനായി ന്യൂസ് ഹബ്ബ് മീഡിയ സെക്രട്ടറിയും KMYF അയ്യൂട്ടിപ്പടി യൂണിറ്റ് കൺവീനറും DKISF സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സജീബ് ബാക്കവി ഉസ്താദിനെ വളരെയധികം ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനികളെ, ദക്ഷിണ കേരള ജമിഅത്തുൽ ഉലമയുടെ യുവജന പ്രസ്ഥാനമായ കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ അയ്യൂട്ടിപ്പടി യൂണിറ്റ് ഓൺലൈൻ വാർത്താ രംഗത്തിലേക്ക് ഒരു ചുവടുവെപ്പ് നടത്തുകയാണ്. KMYF ന്യൂസ് ഹബ്ബ് എന്ന പേരിൽ ഒരു ഓൺലൈൻ വാർത്താ ചാനൽ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന സദസ്സിലാണ് നാം ഇന്ന് നിലകൊള്ളുന്നത്. റബ്ബ് സുബ്ഹാനഹു തആല ഇതൊരു വൻ വിജയമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന വാർത്തകൾ വസ്തുനിഷ്ഠയോടുകൂടി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത്. ഒന്നിനോടും ചായ്വ് കാണിക്കാതെ, ഒരു സംഘടനയോടും ഒരു രാഷ്ട്രീയ കക്ഷിയോടും ചായ്വ് കാണിക്കാതെ വാർത്തകൾ വസ്തുനിഷ്ഠമായി ജനങ്ങളിലേക്ക് എത്തിക്കുക,
അതുകൂടാതെ തന്നെ നമ്മുടെ ചുറ്റുഭാഗത്ത് നടക്കുന്നതായ വാർത്തകൾ നിങ്ങൾക്കും ഈ ചാനലിലൂടെ ജനസമക്ഷത്തിലേക്ക് എത്തിക്കാവുന്നതാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ വാട്സപ്പ് മുഖേന നിങ്ങളുടെ വാർത്തകൾ ഈ വാട്സപ്പിലേക്ക് അയയ്ക്കുക. അത് ഞങ്ങൾ ജനസമക്ഷത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. ഈ വാർത്താ ചാനലിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ സഹകരണങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സംരംഭത്തിൽ സഹകരിക്കുവാൻ നിങ്ങളേവരോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അടുത്തതായി ഈ ന്യൂസ് ഹബ്ബ് വാർത്താ ചാനലിൻ്റെ പ്രവർത്തന രീതികൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ന്യൂസ് ഹബ്ബ് മാനേജറും KMYF അയ്യൂട്ടിപ്പടി യൂണിറ്റ് ജനറൽ കൺവീനറും അതിലുപരി സ്പോർട്സും സിനിമയും വിനോദവുമായി നടന്ന ഒരു കൂട്ടം യുവാക്കളുടെ ഇടയിൽ വന്ന് നിങ്ങളുടെ യൗവനം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് വിനിയോഗിക്കേണ്ടതെന്ന് പറയുകയും ഈ അയ്യൂട്ടിപ്പടിയിൽ KMYFന്റെ ഒരു യൂണിറ്റ് ഇടുകയും ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത എൻ്റെ ആത്മസുഹൃത്തു കൂടിയായ ഡോക്ടർ ഷമീർ ബാക്കവി ഉസ്താദിനെ വളരെയധികം ആദരവോടെ, ബഹുമാനത്തോടെ, അതിലുപരി സ്നേഹത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കേരള മുസ്ലിം യുവജന ഫെഡറേഷൻ നെല്ലിക്കുഴി അയ്യൂട്ടിപ്പടി യൂണിറ്റ് സംഘടിപ്പിച്ച പുതുതായി ആരംഭിച്ച KMYF ന്യൂസ് ഹബിൻ്റെ ഉദ്ഘാടന സെക്ഷനിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ സജീവ സാന്നിധ്യമായി മാറിയ, നാടിലും മറുനാട്ടിലുമടക്കം ധാരാളം ആശ്രിതർക്ക് ആശ്രയമാകാൻ കഴിഞ്ഞ ഒരു വലിയ മഹത്തായ പ്രസ്ഥാനമാണ് KMYF അയ്യൂട്ടിപ്പടി യൂണിറ്റ്. ആ യൂണിറ്റിൻ്റെ കീഴിൽ KMYF ന്യൂസ് ഹബ്ബ് എന്നൊരു വാർത്താ ചാനൽ തുടക്കം കുറിക്കുകയാണ്. ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ധാരാളം യുവാക്കൾ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് മുന്നോട്ട് വരുന്നുണ്ട്. അവരുടെ ത്യാഗത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമാണ് ഈ വലിയ മുന്നോട്ടുള്ള ഗമനത്തിൻ്റെ കേന്ദ്രം. പ്രത്യേകിച്ച് പേരെടുത്ത് പറയേണ്ട ഒന്ന് രണ്ടാളുകളുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് അൻസാർ കാര്യമറ്റം, സെക്രട്ടറി ഷിഹാബ് കാപ്പുചാലിൽ, ട്രഷറർ അലി കാര്യമറ്റം, ഇവരെല്ലാം ഉപരി രക്ഷാധികാരി അസീസ് നായിക്കമ്മാവുടി, അജിംസ് നായിക്കമ്മാവുടി, ഇഫാദ കോർഡിനേറ്റർ നൗസാദ് മൂല്യത്തൊട്ടി, ഖനിബ് കോർഡിനേറ്റർ ഷുക്കൂർ, സലാഹുദ്ദീൻ, അബിൻസ്, ഇങ്ങനെ ധാരാളം യുവാക്കൾ ഇതിനു വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. ഇനിയും ഒരുപാട് ആളുകളുണ്ട്. പേരെടുത്ത് പറഞ്ഞാൽ ഒരുപാട് പേരുകൾ പറയാനുമുണ്ട്. സർവശക്തനായ തമ്പുരാൻ പേരെടുത്ത് പറഞ്ഞവർക്കും ഇനിയും ഒരുപാട് ആളുകൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നു. അവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. മറ്റൊരു കാര്യം, ഓൺലൈൻ വാർത്താ വിനിമയ രംഗത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹകരണങ്ങളും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഇന്നെല്ലാം ഓൺലൈൻ തരംഗമാണ്. നമ്മുടെ ഷോപ്പുകളുടെ സ്ഥാപനങ്ങളുടെ എല്ലാം പരസ്യങ്ങൾ ഓൺലൈൻ വഴി കൊടുക്കാറുണ്ട്. വലിയ തുകയാണ് ഈടാക്കപ്പെടുന്നത്. എന്നാൽ നമ്മുടെ ഈ ന്യൂസ് പോർട്ടൽ വഴി നിങ്ങളുടെ പരസ്യങ്ങൾ വീഡിയോ രൂപത്തിലായാലും ഫോട്ടോ രൂപത്തിലായാലും വളരെ തുച്ഛമായ നിരക്കിൽ നമുക്ക് ഇവിടെ ചെയ്യാവുന്നതാണ്. ലക്ഷങ്ങൾ മുടക്കി ഓൺലൈൻ വാർത്താ വിനിമയ രംഗത്ത് പരസ്യം കൊടുക്കുമ്പോൾ വളരെ തുച്ഛമായ നിരക്കിൽ ഒരു സഹകരണം എന്ന രീതിയിൽ നിങ്ങളുടെ പരസ്യങ്ങൾ നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ എല്ലാവിധ പിന്തുണയും സഹകരണവും അതിലേക്ക് ക്ഷണിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പരസ്യങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടേണ്ടതാണ്. സർവശക്തൻ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അടുത്തതായി ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നത് KMYF അയ്യൂട്ടിപ്പടി യൂണിറ്റ് ട്രഷററും എൻ്റെ സഹോദരനും അതിലുപരി ഈ സംഘടനയെ മുന്നിൽ നിന്ന് നയിക്കുന്ന
അലി ഇക്കാനെ വളരെയധികം ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. KMYF അയ്യൂട്ടിപ്പടി യൂണിറ്റ് തുടക്കം കുറിച്ച ന്യൂസ് ഹബിന്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തവർക്കും അത് വീക്ഷിച്ചവർക്കും ആർദ്രമായി നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ